ആരാണ് കൊമേഴ്സ് എടുക്കേണ്ടത്? കൊമേഴ്സ് എടുക്കേണ്ട വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റീസ് ആണ് ഒന്ന്, നല്ല ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. അതേപോലെ ലോജിക്കൽ എബിലിറ്റി. നെക്സ്റ്റ്, നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ്, ഡിസിഷൻ മേക്കിംഗ് സാധ്യമാവുന്നവർ. അതേപോലെ നല്ല ഇനീഷ്യേറ്റീവ്, നല്ല കമ്മ്യൂണിക്കേഷൻ കഴിവുള്ള വിദ്യാർത്ഥികൾക്ക് എടുക്കാൻ പറ്റുന്ന ഹയർ സെക്കൻഡറിയിൽ ഏറ്റവും നല്ല ഓപ്ഷനുകളിൽ ഒന്നാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. കേരളത്തിൽ കൊമേഴ്സ് ഹയർ സെക്കൻഡറി സിസ്റ്റത്തിൽ 4 ഓപ്ഷനുകളായിട്ടാണ് ഉള്ളത്. നിർബന്ധമായിട്ട് പഠിക്കേണ്ട 3 സബ്ജക്റ്റുകളും 4ാമത്തെ സബ്ജക്റ്റ് ഓപ്ഷനുകളായിട്ട്, അങ്ങനെ 4 ഓപ്ഷനുകളാണ് ഹയർ സെക്കൻഡറിയിൽ ഉള്ളത്. ഏത് ആഗ്രഹമുള്ള വിദ്യാർത്ഥികളാണ് കൊമേഴ്സ് എടുക്കേണ്ടത്? അതായത് ഒരു സ്വന്തമായി ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ, അതേപോലെ തന്നെ നല്ല മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയിലേക്ക് പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർ, നല്ല മൾട്ടിനാഷണൽ കമ്പനി പോലത്തെ അവിടെ ഒഫീഷ്യൽ ലെവലായിട്ടുള്ള പോസ്റ്റുകളിലേക്ക് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ, അതേപോലെ അക്കൗണ്ടിങ്, ഫിനാൻസ്, ടാക്സ് ഇങ്ങനെയുള്ള മേഖലയൊക്കെ ഫ്യൂച്ചറിൽ ടാർഗറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് കൊമേഴ്സിലേക്ക് വരേണ്ടത്. കൊമേഴ്സിൽ 4 ഓപ്ഷനുകളാണുള്ളത്. കേരള ഹയർ സെക്കൻഡറിയിൽ കൊമേഴ്സ് 4 ഓപ്ഷനുകളിലായിട്ടാണ് ഉള്ളത്. നിർബന്ധമായിട്ട് പഠിക്കേണ്ടത് 3 സബ്ജക്റ്റുകളാണ്. ഒന്ന്, ബിസിനസ് സ്റ്റഡീസ്. അതായത് ഇതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുക എന്ന് ചോദിച്ചാൽ, ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്താണ് ബിസിനസ്, ഏതൊക്കെ രീതിയിൽ ബിസിനസ് തുടങ്ങാം, +2ലേക്ക് എത്തുന്ന സമയത്ത് ഈ ബിസിനസ് എങ്ങനെയാണ് നോക്കി നടത്തേണ്ടത് എന്നുള്ളത് റിലേറ്റഡ് ആയിട്ട് പഠിക്കുന്ന സബ്ജക്റ്റാണ് ബിസിനസ് സ്റ്റഡീസ്. നേരത്തെ പറഞ്ഞു, ഏത് താല്പര്യമുള്ള വിദ്യാർത്ഥികളാണ് കൊമേഴ്സിലേക്ക് വരേണ്ടതെന്ന് ചോദിച്ചാൽ, ഒരു സ്വന്തമായി സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ലെവലിലേക്ക് ആലോചിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞു. ഇത് പരിഹാരമാണ് ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന സബ്ജക്റ്റ്. അതിനുശേഷം രണ്ടാമതായിട്ട് ഏത് ഓപ്ഷൻ എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും പഠിക്കേണ്ട സബ്ജക്റ്റ് ആണ് അക്കൗണ്ടൻസി. അക്കൗണ്ടൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബിസിനസ് റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ട് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തി വെക്കേണ്ടതുണ്ട്. ഇതിന് കോമൺ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മൂന്നാമതായിട്ട് നിർബന്ധമായിട്ട് പഠിക്കേണ്ടത് എക്കണോമിക്സ് ആണ്. നമ്മളൊരു ബിസിനസ്സുമായിട്ട് നമ്മളെ മാർക്കറ്റിലേക്ക് ചെല്ലുന്ന സമയത്ത് ആ രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് നല്ല ധാരണ ആ ബിസിനസ് ഓണേഴ്സിന് ഉണ്ടായിരിക്കണം. അപ്പൊ അതിനെക്കുറിച്ച് പഠിക്കുന്നതിനാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഈ 3 സബ്ജക്റ്റ് നിർബന്ധമായിട്ടും 4ാമത്തെ സബ്ജക്റ്റ് ഓപ്ഷനുകളായിട്ടാണ് ഉള്ളത്. 4 ഓപ്ഷനുകളാണ് അതുകൊണ്ട് തന്നെ കൊമേഴ്സിലുള്ളത്. ഒന്നാമത്തത് ഈ പറഞ്ഞ 3 സബ്ജക്റ്റിനോടൊപ്പം 1 മാത്സ് പഠിക്കുക എന്നുള്ളതാണ്. 4 ഓപ്ഷനുകളിൽ CA പോലത്തെ, അതേപോലെ ആക്ച്വറിയൽ സയൻസ് അല്ലെങ്കിൽ മാത്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫ്യൂച്ചറിൽ പോകാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ, അതേപോലെ ഈ പറഞ്ഞ പ്രൊഫഷണൽ കോഴ്സുകൾ ACCA പോലത്തെ കുറച്ച് ഹൈ ലെവൽ ടാലന്റ് ലെവലിൽ പോകേണ്ട എക്സാമുകളൊക്കെ ഫോക്കസ് ചെയ്യുന്ന വിദ്യാർത്ഥികളാണ്. കൊമേഴ്സിൽ ഏറ്റവും നല്ല ഓപ്ഷനാണ് മാത്സ് വരുന്ന കൊമേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഈ 3 സബ്ജക്റ്റിനൊപ്പം ഓപ്ഷനായിട്ട് വരുന്ന ഒരു ഓപ്ഷനാണ് സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നത്. അതായത് ഇതിന്റെ പുറമെ ഡാറ്റ സയൻസ്, ഡാറ്റ അനലിസ്റ്റ്, അതേപോലെ സ്റ്റാറ്റിസ്റ്റിക് റിലേറ്റഡ് ആയിട്ട് പഠിച്ചു പോകുക. അതായത് നോർമൽ കൊമേഴ്സുകാർ പോകുന്നതിന്റെ പുറമെ ആയിട്ട് ഈ ഒരു മേഖലയൊക്കെ ഫോക്കസ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അടുത്ത കൊമേഴ്സിലെ നല്ല ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്ന ഓപ്ഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. നമ്മളിപ്പോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതേപോലെ ആ ലെവലിലേക്കൊക്കെ നല്ല താല്പര്യമുള്ള വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ കൊമേഴ്സിൽ എടുക്കാൻ പറ്റുന്ന 3ാമത്തെ ഓപ്ഷനാണ് നേരത്തെ പറഞ്ഞ 3 സബ്ജക്റ്റിന്റെ ഒപ്പം ഉള്ള പൊളിറ്റിക്കൽ സയൻസും. ദെൻ 4ാമത്തെ ഒരു ഓപ്ഷനാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വരുന്ന CA ഓപ്ഷൻ വരുന്ന ഒരു പാർട്ട്. ഈ പാർട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് IT റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തു പോവാം, അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ട് സോഫ്റ്റ്വെയർ ഡിസൈനിങ്, ഡെവലപ്മെന്റ് ഈ ഒരു മേഖല കൂടെ ഫോക്കസ് ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് പറ്റുന്ന ഒരു ഓപ്ഷനാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉള്ളത്. ഇത് ഓരോ സ്പെഷ്യലൈസേഷൻ, അതായത് ഈ 4 സ്പെഷ്യലൈസേഷന്റെ കണ്ടിന്യൂഷൻ പറഞ്ഞതാണ്. ഇതിനുശേഷം ബേസിക്കലി കൊമേഴ്സ് ഈ 4 ഓപ്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാലും പോകാൻ പറ്റുന്ന കോഴ്സുകളെ നമുക്ക് 2ആക്കി തിരിക്കാനും പറ്റും. അതായത് ഡിഗ്രി ബേസ്ഡ് ആയിട്ട് പ്രധാനമായിട്ട് കൊമേഴ്സിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന കോഴ്സുകളെയാണ് BCom അല്ലെങ്കിൽ BBA, BBM, അതേപോലെ ഇതേപോലത്തെ ബാച്ചലർ ഓഫ് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ മുഴുവൻ. അതിന് പുറമെ വേണമെങ്കിൽ ഈ നോർമൽ ഡിഗ്രി കോഴ്സിന് പുറമെ ഒരുപാട് പ്രൊഫഷണൽ കോഴ്സുകളും അവൈലബിൾ ആണ്. CA, CCA, CS പോലത്തെ ഈ മേഖലയൊക്കെ താല്പര്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ഹയർ സെക്കൻഡറി തലത്തിൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓപ്ഷൻ തന്നെയാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. അതായത് കോഴ്സ് ലിസ്റ്റിൽ 36 മുതൽ 36, 37, 38, 39 ഈ 4 ഓപ്ഷനുകളാണ് കോഴ്സ് കോഡായിട്ട് കൊമേഴ്സിൽ അവൈലബിൾ ആകുന്നത്.